ഹലോ, നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾ അലങ്കാര ചെടികൾക്കും മരങ്ങൾക്കുമൊന്നും യാതൊരു ഗമയുമില്ല കേട്ടോ. കണ്ണിന് കുളിർമ നൽകുന്ന നിറങ്ങൾ പടർത്തി പുഷ്പിച്ച് കാറ്റിലുലഞ്ഞു നിൽക്കാനും തേനീച്ചകളെയും തേൻവണ്ടുകളെയും ശലഭങ്ങളെയും ആകർഷിച്ച് വിളിച്ചു വരുത്തി വിരുന്നൂട്ടാനുമൊക്കെയുള്ള വിശാലമായ മനസ്സുള്ളവർ തന്നെയാണ് ഞങ്ങൾ. ആരാമങ്ങളെ അവിരാമ സൗന്ദര്യത്തിന്റെ മലർ പുതപ്പുകളാക്കി മാറ്റുന്ന കുറച്ച് അലങ്കാര ചെടികളെയും മരങ്ങളെയും പരിചയപ്പെട്ടാലോ നമുക്ക്? വായോ. കള്ളി എന്ന പേരിലുണ്ടെങ്കിലും കള്ളിയല്ല കേട്ടോ ഇവൾ. കള്ളിയാണ്ട്ര എന്ന നാമധേയത്തിൽ പൂന്തോട്ടങ്ങളെ അലങ്കരിക്കുന്ന പയറു കുടുംബാംഗമായ ഈ ചെടിയുടെ പൂക്കൾക്ക് പൂത്തിരി കത്തിച്ചതുപോലെയുള്ള ചേലാണ്. ഇവരുടെ പൂക്കളെല്ലാം കൂടി ചേർന്ന് ഇത്തരത്തിൽ കുലകളായാണ് കാണപ്പെടുക. പൂവിന്റെ ഭംഗിയുള്ള ഭാഗം ശരിക്കും കേസരപുടം അഥവാ സ്റ്റേമൻ എന്ന് വിളിക്കുന്ന ആൺ പ്രത്യുൽപാദന അവയവങ്ങളാണ്. ഇതാണ് ഇവരുടെ കായകൾ. കള്ളിയാണ്ട്ര ചെടിയെ നിരീക്ഷിച്ചു നിന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. എന്താണെന്നോ, ഒരു ചിലന്തി. ദേഹം നിറയെ രോമങ്ങളുള്ള ചിലന്തി മൂപ്പർക്ക് എന്നെ അത്ര പിടിച്ചില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിൽക്കുന്ന കള്ളിയാണ്ട്ര പെണ്ണിന്റെ ഇലകളൊക്കെ ഒന്ന് നോക്കിക്കേ. എന്തോ എവിടെയോ ഒരു തകരാറുള്ളതുപോലെ. ഇലകളിൽ കുറെ എണ്ണം ആരോ മലയാളം അക്ഷരം റായുടെ ആകൃതിയിൽ വെട്ടിയെടുത്തിരിക്കുന്നു. ആരടാ അത്? ആദ്യം അത് ഇവനായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അല്ല, വില്ലൻ ഇവനാണ്. ഈ ഓറഞ്ച് കുപ്പായക്കാരൻ. ഇലകൾ കടിച്ച് ചവച്ച് വിഴുങ്ങുന്നത് കണ്ടില്ലേ? നിത്യകല്യാണി എന്നൊരു സുന്ദരമായ പേരുണ്ടായിട്ടും ശവംനാറി എന്നൊരു വിളിപ്പേര് ചാർത്തി കിട്ടിയത് മുതൽ വിഷമം പേറി ജീവിക്കുന്ന സർവാംഗ സുന്ദരിയായൊരു കൊച്ചുചെടി കത്താരാന്തസ് റോസിയസ്. ക്യാൻസറിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ എന്നിങ്ങനെയുള്ള ആൽക്കലോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന 2 രാസവസ്തുക്കളുടെ ഉറവിടമാണ് ഈ ചെടി. റോസ് നിറത്തിലും വെളുപ്പ് നിറത്തിലും ഇവിടെ ശവംനാറികൾ അല്ലല്ല നിത്യകല്യാണികൾ വളർന്നു നിൽപ്പുണ്ട്. കല്യാണിയുടെ കൂട്ടുകാരനായ ഒരു മുട്ടൻ കറുമ്പൻ ഉറുമ്പിനെ കണ്ടില്ലേ? എന്റെ കല്യാണിയെ വിഷമിപ്പിക്കുന്നവരെ ഒക്കെ ഞാൻ കടിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് ഉറുമ്പ് ലോകത്തിലെ കീലേരി അച്ചു എന്നെ രൂക്ഷമായി നോക്കി. പുരപ്പുറത്തും പാറയിടുക്കുകളിലും കെട്ടിടങ്ങളുടെ ചുമരുകളിലെ വിടവുകളിലുമൊക്കെ വേരുകൾ ആഴ്ത്തി വളരുന്ന ആൽമരങ്ങളെ അനുകരിച്ചുകൊണ്ട് ഇവിടെ പാറയിടുക്കിൽ വളർന്നു നിൽക്കുകയാണ് കുറെ നിത്യകല്യാണികൾ. ഇതല്ലേ യഥാർത്ഥ മോട്ടിവേഷൻ? അരയാൽ മരത്തിന്റെ ഇല പറിച്ചെടുത്ത് കേടുപാടുകൾ ഏതുമില്ലാതെ 2ആയി വിഭജിച്ചാൽ ശ്രീകൃഷ്ണനെ കാണാമെന്ന് കരുതിയിരുന്ന പിള്ളേരുണ്ടായിരുന്നു. ആലില പറിച്ചെടുത്ത് കനമുള്ള ഒരു പുസ്തകത്തിനിടയിൽ വെച്ച് ഉണക്കിയെടുത്ത് അതിൽ വരയും കുറിയുമൊക്കെ ചാർത്തി കൊടുത്തിരുന്ന പിള്ളേരും ഉണ്ടായിരുന്നു. കാറ്റിൽ ആലിലകളുടെ മർമ്മരങ്ങൾ കേൾക്കാം. അടക്കം പറച്ചിലുകൾ പോലെ പതിഞ്ഞ കലപില ശബ്ദങ്ങൾ. ചിലപ്പോഴൊക്കെ ആലിലയിൽ ടാറുപോലെയുള്ള കറുത്ത പാടുകൾ കാണാറില്ലേ? ഫിലോക്കോറ എന്ന ഫംഗസ് ആണ് അത്. ക്ഷേത്രമുറ്റങ്ങളിലെ പ്രധാനിയായൊരു തണൽ വൃക്ഷമാണ് അരയാൽ. അരയാലിൻ കായകൾ. കരിയിലക്കിളികൾ കായകൾക്കായി ബഹളമുണ്ടാക്കിയെത്തിയിട്ടുണ്ട്. ഈ ആലിനു ചുവട്ടിൽ നിറയെ ഉറുമ്പിൻ കൂടുകളാണ്. കണ്ടില്ലേ? കൂട്ടിൽ നിന്നും പുറത്തു വരുന്നവർ, അകത്തേക്ക് പോകുന്നവർ, മണ്ണു തുരന്നുണ്ടാക്കിയ അധോലോകങ്ങളാണ് ഓരോ ഉറുമ്പ് കൂടുകളും. നിത്യകല്യാണിയുടെ ഇഷ്ടക്കാരനായ ഉറുമ്പിന്റെ ഇനത്തിൽപ്പെടുന്നവരാണ് ഇവർ. അരയാലിന്റെ ബന്ധുവായ മറ്റൊരാൾ എന്ന് പറയുന്നതാകും ശരി. ഈ ആലും നിറയെ കായ്കളും പേറിയാണ് നിൽക്കുന്നത്. കുരുവികൾക്ക് കുശാൽ. ഇന്നേക്കൊരു പുട്ടി. ഉണ്ടായ കായകളിൽ കുറെ ആലിന് താഴെയുള്ള പാറയിൽ വീണ് കിടപ്പുണ്ട്. ഫൈക്കസ് ഇലാസ്റ്റിക്ക എന്ന് ശാസ്ത്രനാമമുള്ള ഈ ആലിനത്തിനെ കണ്ടിട്ടുണ്ടോ? ഈ ആൽ ചങ്ങാതിയുടെ തളിരിലകളാണ് ഈ ചുവന്ന് തിരിതെറുത്തതുപോലെ കാണുന്നത്. ഉദ്യാനങ്ങളെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണിത്. മറ്റൊരു അലങ്കാര ആൽ. തേക്കിലയോട് സാമ്യമുള്ള ഇലകളുള്ള ഒരു ആൽമരമാണ് ഇത്. ഈ ആലിന്റെ കായകൾ ഉണങ്ങി താഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ രുദ്രാക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഞാൻ ആലിന്റെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഈ പുള്ളിക്കാരൻ വന്ന് ഈ ആലും സ്ഥലവും എന്റെ ആടാ എന്നുള്ള ഭാവത്തിൽ മൂപ്പരുടെ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് പോയി. ആൽമരങ്ങളുടെയൊക്കെ കുടുംബം ചക്കയുടെയും അത്തിയുടെയും കൂടി കുടുംബമായ മോറേസിയാണ്. പരന്ന ഒരു പൂങ്കുലയിൽ അനുസരണയോടെ നിൽക്കുന്ന കൊച്ചരി പൂക്കുട്ടികൾ. ഇതിൽ ഓരോ കുട്ടികൾക്കും ഓരോ തരം നിറവിന്യാസമാണ് ഉള്ളത്. ലെന്റാന ക്യാമറ എന്ന ശാസ്ത്രനാമമുള്ള അരിപ്പൂച്ചെടി എന്റെ ക്യാമറ കണ്ടതും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങി പോസ്റ്റ് ചെയ്ത് നിന്നു. ഈ ചെടിയുടെ ഭക്ഷ്യയോഗ്യമായ കായകൾക്ക് പഴുത്താൽ പച്ച കലർന്ന വയലറ്റ് നിറം കൈവരും. കാട്ടുചെമ്പകം പൂത്തല്ലോ എന്ന പാട്ടും പാടിക്കൊണ്ട് വെളുപ്പ് നിറത്തിൽ പൂത്തു നിൽക്കുന്ന പ്ലുമേറി എന്ന ജനുസുകാരനായ ഈഴച്ചെമ്പകമാണിത്. വെളുപ്പ് എന്ന അർത്ഥം വരുന്ന ആൽബ എന്ന സ്പീഷീസ് പേരാണ് ഈഴച്ചെമ്പകത്തിൻ്റെത്. അതുകൊണ്ട് കുറച്ച് ചെമ്പകത്തൈകൾ ചെടിച്ചട്ടി വീടാക്കി മാറ്റിയിരിക്കുന്നു. കൊഴിഞ്ഞു വീണ ഈഴച്ചെമ്പകപ്പൂക്കൾക്ക് സുഗന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നിരിക്കുകയാണ് ഈ ഉറുമ്പ് ചങ്ങാതി. നിത്യകല്യാണി പൂക്കളെ വെടിഞ്ഞ് ചെമ്പകപ്പൂക്കളോട് കൂട്ടുകൂടാനാണോ ആവോ ഇവന്റെ ഭാവം? ആർക്കറിയാം. എന്തായാലും കക്ഷി എന്നെ പിന്തുടരുന്നുണ്ട്. അതിരുകളിൽ മലർ നിറച്ചുകൊണ്ട് പൂക്കുന്ന പൂച്ചെടികളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അവരിൽ നിന്ന് വ്യത്യസ്തമായി പൂന്തോട്ടങ്ങളുടെ അതിരുകളായിരിക്കുമ്പോൾ തന്നെ പൂത്തു നിൽക്കുന്ന തേക്കുമരത്തിന്റെ കുടുംബക്കാരായ 2 പേർ. ഒരാൾ ഇയാളാണ്. ശുഭ്രവസ്ത്രമുടുത്ത പൂക്കൾ പൂക്കുന്ന ഈ ചെടി. വോൾക്കമേറിയ ഇനേർമിസ് എന്നാണ് പുള്ളിയുടെ പേര്. വയലറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ഇളം പച്ച നിറമുള്ള ബ്രൈറ്റ് ആയ ഇലകളുള്ള ദുരന്ത എന്ന ചെടിയാണ് രണ്ടാമത്തെ ആൾ. പേരിൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടെങ്കിലും ഒരു ദുരന്തനൊന്നുമല്ല കേട്ടോ ഇദ്ദേഹം. ഗോൾഡ് സ്പോട്ട് എന്ന ഇംഗ്ലീഷ് പേരുള്ള തങ്ക നിറമുള്ള കായ്കൾ പിടിക്കുന്ന ചെടിയാണിത്. വയലറ്റ് പുഷ്പങ്ങൾ ജനിപ്പിക്കുന്ന ദുരന്തച്ചെടിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടാവണം ഇവിടെ ഒരാൾ മുറവിളി കൂട്ടുന്നത്. മറ്റാരുമല്ല, ഇദ്ദേഹം തന്നെ.
വയലറ്റ് നിറത്തിൽ പുഷ്പിക്കാനല്ലേ ആ ദുരന്തൻ അറിയൂ. ദേ ഇവിടെ നോക്ക്, ഞാൻ അടിമുടി പർപ്പിൾ കളറിൽ നീരാടി നിൽക്കുക. എന്റെ ഇലയും തണ്ടും പൂവും എല്ലാം പർപ്പിൾ മയമാണ്. എനിക്കിതിനൊരു ഗിന്നസ് റെക്കോർഡ് തരണം. നീ ആ വീഡിയോ ഒന്ന് പിടിച്ചെന്നെ ഒന്ന് വൈറലാക്ക്. ട്രെഡസ്ക്യാൻഷ്യ പെണ്ണ് ചെവിതല കേൾപ്പിക്കാതെ കൂവാൻ തുടങ്ങി. ഈ പർപ്പിൾ വിസ്മയത്തിന്റെ ഇലകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന പൂമുട്ടുകളും ചൂട് സഹിക്കവയ്യാതെ വാടി ചുരുങ്ങിപ്പോയ പൂക്കളുമാണ് ഈ കാണുന്നത്. ഈ ചെടിയുടെ ഒരു ബന്ധുവുണ്ട്, അവനെ നമ്മൾ അറിയും കേട്ടോ. ഇതാണ് ആള്. അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന അമേരിക്കക്കാരായ ചെടികളാണ് ട്രെഡസ്ക്യാൻഷ്യകൾ. വ്യത്യസ്ത പാറ്റേണുകളിൽ നിറങ്ങൾ പടർന്നു പിടിച്ച ഇലകളുള്ള വിവിധതരം അഗേവ് ചെടികളുണ്ട് ഇവിടെ. ഉദ്യാനങ്ങളിലെ ഇലച്ചന്തങ്ങളാണ് അവർ. ചന്തമുള്ള ഇവരുടെ ഇലകളിൽ മുള്ളുകളും ഉണ്ടാകും. ചില അഗേവിനങ്ങളുടെ ഇലകളുടെ അരികിലാകും മുള്ളുകൾ ഉണ്ടാവുക. എന്നാൽ ചിലരുടെ ഇലകളുടെ തുമ്പത്താകും ഉണ്ടാവുക. നല്ല സ്വയംഭൻ മുള്ളുകളായതുകൊണ്ട് കുത്തുകിട്ടിയാൽ വേദന മാറുന്നതുവരെ തിരുമിക്കൊണ്ട് ഇരിക്കാനേ നിവർത്തിയുള്ളൂ. അഗേവ് ചെടികളെ സംബന്ധിച്ചിടത്തോളം ഇല ചെന്ന് മുള്ളിലും വീഴൂല, മുള്ളു ചെന്ന് ഇലയിലും വീഴില്ല. കാരണം ഇവരുടെ മുള്ളുകൾ മൊത്തം ഇലയിലാണ്. ആരാണ് ഇവിടെ മുള്ളുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് മുൻപ് വന്ന് ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് പോയ ആശാൻ ദാ പിന്നെ വന്നു. ഓ എന്റെ പൊന്നെ, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ പട്ടിച്ചേട്ടാ. ഓ അത് ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആശാൻ ഒരൊറ്റപ്പോക്ക്. നല്ല ചുവപ്പൻ ചെമ്പരത്തി പൂക്കൾ കുറേയുണ്ട് ഇവിടെ. സാധാരണ ചെമ്പരത്തികളും ഒപ്പം വെളുത്ത പുള്ളികളും പാടുകളുമുള്ള ഇലകളുമായി നിൽക്കുന്ന വേരിഗേറ്റഡ് വെറൈറ്റികളുമെല്ലാം നിറച്ചും പൂത്തിട്ടുണ്ട്. ചൈന റോസ് എന്നൊരു വിളിപ്പേരുണ്ട് ചെമ്പരത്തിക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പല നിറത്തിലും രൂപഭാവങ്ങളിലും പൂക്കുന്ന ചെറുതും വലുതുമായ ചെമ്പരത്തികൾ ലോകത്തെമ്പാടുമായുണ്ട്. ചെമ്പരത്തിയോട് കൂട്ടുകൂടി നിൽക്കുന്ന ഈ ചെടികളെ മനസ്സിലായോ? കോഴിവാലൻ ചെടികളാണിത്. പൂവൻ കോഴിയുടെ വാല് പോലെ തോന്നിക്കുന്ന നിറമുള്ള പുള്ളികൾ നിറഞ്ഞ ഇലകളുള്ള ഈ ചെടികളുടെ ജനുസിന്റെ പേര് ക്രോട്ടൺ എന്നാണ്. വിവിധ ആകൃതിയിലും നിറങ്ങളിലുമുള്ള ഇലകളും അതിൽ പുള്ളികളും പാടുകളുമുള്ള ക്രോട്ടൺ ചെടികളുണ്ട്. കമ്പ് മുറിച്ച് നട്ട് വളർത്തിയെടുക്കാവുന്ന ചെടിയായ ക്രോട്ടൺ ഇതാ പുഷ്പിച്ചിട്ടുണ്ട്. കോഴിവാലനെ നോക്കി നിന്നപ്പോൾ തൊട്ടപ്പുറത്തുള്ള മുളങ്കൂട്ടത്തിൽ നിന്ന് കലപില സ്വരങ്ങൾ കേൾക്കാനിടയായി. കുഞ്ഞിക്കുരുവികളാണ്. അവർ ഒരു ചിലങ്കയിലെ മുത്തുകളെ പോലെ ചിലച്ചുകൊണ്ട് ചാടി തുള്ളുകയാണ്. ഹൈവ വാഗപ്പൂക്കൾ ചോര ചുവപ്പാർന്ന് ആർത്തു പൂത്തിരിക്കുകയാണ്. 5 ഇതളുകളുള്ള ഈ ഗുൽമോഹർ പൂക്കളുടെ ഒരിതളിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുള്ളി ഉടുപ്പ് ഓണക്കൂടിയായി കിട്ടിയിട്ടുണ്ട്. ഡെലോണിക്സ് റീജി എന്ന ശാസ്ത്രനാമമുള്ള വാഗകൾ പൂത്തു നിന്നാൽ അതൊരൊന്നൊന്നര ആനച്ചന്തം തന്നെയായിരിക്കും. വാഗപ്പൂക്കളുടെ കാലിക്സ് എന്ന ഈ ഭാഗം അടർത്തിയെടുത്ത് പോയി നഖം വെച്ച് കളിച്ചിട്ടുള്ളവർ നിരവധിയാണ്. നിഴലായി ഒഴുകി വരും കഷ്ടപ്പെട്ട് പൂത്ത് കുലകളായി ഉലഞ്ഞു നിന്നിരുന്ന വാഗപ്പൂ സഖാക്കളെ മഴയും കാറ്റും ചേർന്ന് ഇതാ കുടഞ്ഞ് താഴെയിട്ടിരിക്കുന്നു. താഴെ വീണിട്ടും മാറ്റൊട്ടും കുറയാതെ വാഗപ്പൂക്കൾ വഴികളെ ചുവപ്പ് പരവതാനി വിരിച്ച് മനോഹരമാക്കാൻ ശ്രമിക്കുകയാണ്. വാഴയെന്ന് വിളിച്ചുള്ള പരിഹാസ കമന്റടികൾക്ക് ഒരപവാദമെന്നോണം ഇതാ ഒരു അലങ്കാര വാഴ. തളിരിലകളെ ചുവപ്പ് പട്ടുടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു മരം ഇവിടെ കാറ്റ് പിടിച്ചിങ്ങനെ നിൽപ്പാണ്. പട്ടുടുപ്പിച്ച് നിർത്തിയ ഈ മരത്തിന്റെ കൊച്ചുങ്ങളിൽ 1-2 പേരെ ഇതാ ആരോ കരണ്ട് തിന്നിരിക്കുന്നു. വെള്ളസാരിയുടുത്ത ഈ 36-ാണ് എനിക്ക് സംശയം. ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് മണത്തറിഞ്ഞ് വെള്ളസാരിക്കാരി ഇലയുടെ അടിയിലോട്ട് മറഞ്ഞു. എന്തോ പൂമ്പാറ്റകൾക്ക് എന്നോട് പരിഭവമാണ്. അവരെക്കാൾ അഴകുള്ളതുകൊണ്ടാവുമല്ലേ. ഈ പൂച്ചെടിയുടെ മേനി പറച്ചിൽ കേട്ടിട്ട് മുള്ളുള്ള യൂഫോർബിയ മിലിമോള് ദാ ഇങ്ങനെ പറഞ്ഞു. പത്രാസുകാരി ചേച്ചി തൽക്കാലം മിണ്ടണ്ട. ഇവിടെ ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം മറ്റൊരുത്തിയേയും കണ്ട് പൂമ്പാറ്റ പിള്ളേർക്ക് അസൂയപ്പെടേണ്ടി വരില്ല. അതിന് ഞങ്ങളൊക്കെ തന്നെ ധാരാളം. ഭൂമിയിലേക്ക് പൊടിഞ്ഞിറങ്ങിയ മഴയെ ഉരുക്കി ഇതളുകളോട് ചേർത്തുകൊണ്ട് ചെറുമരുത് മൂക്കുചിറ്റി. ഉയ്യോ, ഇന്നലത്തെ മഴ അത് മൊത്തം ഞാൻ കൊണ്ടു. ജലദോഷക്കോളുണ്ട്. അയ്യോ, അങ്ങനാന്നെ നീ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നേരെ. ജട്രോഫ പേടിച്ച് ചെറുമരുതിന്റെ പക്കൽ നിന്ന് വഴുതി മാറാൻ ശ്രമിച്ചു. കുഞ്ഞിപ്പൂക്കളാണെങ്കിലും ഭംഗിക്കൊട്ടും കോംപ്രമൈസ് ഇല്ല. ഇതാണ് ജട്രോഫയുടെ പൂക്കൾ. ഇതാണ് കായ. ശരീരം നിറയെ ഭംഗിയുള്ള രോമങ്ങളുണ്ട് ജട്രോഫയ്ക്ക്. അഴകുള്ള പൂക്കളുള്ള മറ്റൊരു ജട്രോഫ. ജട്രോഫയുടെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഇവരെക്കാളൊക്കെ നമുക്ക് പരിചയമുള്ള ഒരിനമാണിത്. മഴക്കാറുള്ള മാനത്ത് സൂര്യനെ കണി കാണാൻ കിട്ടാത്തതിന്റെ കുറവ് നികത്തുന്ന സൂര്യകാന്തിയുടെ കുടുംബക്കാർ. വാടിയ പൂക്കൾക്കും ഇത്രയ്ക്ക് സൗന്ദര്യമോ? അകലങ്ങളിൽ നിന്ന് ഈ സൂര്യകാന്തി ചന്തങ്ങളെ ഇടം കണ്ണിട്ട് നോക്കുന്ന വാഗമരം ഇതാ ദൃശ്യത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ വാഗ ഒരു വായ്നോക്കിയായിരുന്നോ? ലജ്ജാവഹം. ഈ പൂക്കളെ നോക്കിക്കേ, പല മട്ടും ഭാവവും ഉള്ളവർ. ഉന്മാദം കൊണ്ട് പൂത്തു നിൽക്കുന്ന പൂക്കളെ തേടി തേനീച്ചകൾ വരിവരിയായി എത്തി മത്സരിച്ച് തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂമ്പൊടി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ സൂര്യമാനസങ്ങൾക്കിടയിൽ നിൽക്കുന്ന 2 ചുന്ദരന്മാർ. ഒരാൾ വയലറ്റ് നിറത്തിൽ കുനുകുനെ പൂത്തപ്പോൾ മറ്റേയാൾ വെളുപ്പ് നിറത്തിൽ മത്സരിച്ച് പുഷ്പിച്ചിരിക്കുകയാണ്. വിവിധ നിറങ്ങളിൽ കടലാസിൽ തീർത്ത ഒറിഗാമി പൂക്കളെ ഓർമ്മിപ്പിക്കുന്ന ബുഗെയിൻവില്ല പൂക്കൾ. പൂവിനടിയിലുള്ള ബ്രാക്റ്റ് എന്ന കുഞ്ഞൻ ഭാഗം വികസിച്ചാണ് ഓരോ കടലാസ് പൂക്കളുടെയും യഥാർത്ഥത്തിൽ ഇതളുകളല്ലാത്ത ഇതളുകൾ ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ ഒറിജിനൽ പൂവ് ദാ ഇതാണ്. സ്വർണ്ണക്കടയിൽ മാലയും മോതിരവും ഒക്കെ പൊതിഞ്ഞു നൽകുന്ന പേപ്പർ പോലെ തോന്നിക്കുന്ന കടലാസ് പൂക്കൾ. ആൽഫലീബെ മുട്ടായിയെ ഓർമ്മിപ്പിക്കുന്ന ഡിസൈനുകളുള്ള പൂക്കളുള്ള ഒരു കടലാസ് പൂച്ചെടി. പൂക്കളുടെ ചന്തം കണ്ണിന് കുളിർമ പകരും. പക്ഷേ ഈ മുള്ളുകളോ? സൂക്ഷിച്ചില്ലേൽ കയ്യിലും കാലിലും ദേഹത്തും ചുവന്ന ചാല് കീറി ഒഴുക്കും. നേരം 10 മണിയായി. കണ്ടില്ലേ 10 മണി ചെടികൾ പൂത്തിരിക്കുന്നത്.
പോർട്ടുലാക്കകൾ ചന്തമുള്ള കൊച്ചുപൂക്കളുടെ ഉടമകളാണ്. 10 മണിച്ചെടിയുടെ ഇടയിൽ പതിയിരുന്ന് തേൻ തേടി വന്നൊരു തേനീച്ചയെ കൊന്ന് ചാറൂറ്റി കുടിച്ച് ചണ്ടിയാക്കി കളഞ്ഞ ഒരു ചിലന്തി ഉണ്ട് ഇവിടെ. വെള്ളവസ്ത്രം ധരിച്ച ക്രൂരൻ. എന്നാ എനിക്ക് തിന്നാൻ നീ ദോശ ചുട്ടുതാടാ. ചിലന്തി എന്നെ പേടിപ്പിച്ച് പറഞ്ഞു വിട്ടു. എനിക്കെന്തിന്റെ കേടായിരുന്നു. മഞ്ഞക്കണിക്കൊന്നകളെ, ഇനി നിങ്ങൾ വിശ്രമിക്കൂ. ഇവിടെ ഒരു കോളാമ്പിച്ചെടി വന്നിട്ടുണ്ട്. മഞ്ഞപ്പൂക്കളുടെ അത്തം തീർക്കുന്ന ടെക്കോമാസ്റ്റാൻസ് എന്ന പരിഷ്കാരിയാണത്. യൂഫോർബിയ തിത്തിമലോയിഡ്സ് എന്ന റബ്ബർ കുടുംബക്കാരിയും ചെടിച്ചട്ടിയിൽ ഉരുണ്ടു വളർന്നു നിൽക്കുന്ന അലങ്കാര ചെടിയും പൂത്തു നിൽക്കുന്ന ആനക്കാലൻ പനയും കണ്ണാടി ചെടികളുമൊക്കെ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യടേ എന്ന് പറഞ്ഞ് എന്നെ ദയനീയമായി നോക്കി. ഹുയ്യോ, ഈ വീഡിയോ എല്ലാം എടുക്കാനായി എവിടെയെല്ലാം വട്ടം കറങ്ങിയെന്നോ. സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ദേ ഈ നന്ദ്യാർവട്ടത്തോട് ചോദിച്ചാൽ മതി. അലങ്കാര പൂച്ചെടികളുടെയും മരങ്ങളുടെയും വിശേഷങ്ങൾ അന്ത്യമില്ലാതെ പരന്നു കിടക്കുന്ന ഒന്നാണ്. അതിന്റെ ഒരേട് മാത്രമാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റുകളായി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. നന്ദി.